നമസ്കാരം. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നതിന് തൊട്ടു മുൻപായി സൂപ്പർ താരം വിരാട് കോഹ്ലിയുമായി നടത്തിയ സ്വകാര്യ സംഭാഷണത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ പരിശീലകനായ രവി ശാസ്ത്രി. രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെയാണ് 14 വർഷം നീണ്ട ഐതിഹാസിക കരിയർ കോഹ്ലി അവസാനിപ്പിച്ചത്. കോഹ്ലിയുടെ വിരമിക്കൽ പ്രഖ്യാപനം തന്നെ അത്ഭുതപ്പെടുത്തിയതായി രവി ശാസ്ത്രി പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് പറയുന്നത്. വിരമിക്കൽ പ്രഖ്യാപിക്കുന്നതിന് ഒരാഴ്ച മുൻപ് അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. ക്രിക്കറ്റിന് വേണ്ടതെല്ലാം നൽകിക്കഴിഞ്ഞുവെന്നും ഇനി എന്നെ കൊണ്ടാകില്ലെന്നും മാനസികാവസ്ഥയിലായിരുന്നു അദ്ദേഹം. യാതൊരു പശ്ചാത്താപവുമില്ല. വ്യക്തിപരമായ തന്റെ കുറേയധികം ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുമ്പോഴും അദ്ദേഹത്തിന് യാതൊരു സന്ദേഹവുമില്ലായിരുന്നു. ഉറച്ച തീരുമാനമായിരുന്നു എല്ലാത്തിനും മുൻപിലേക്ക് വച്ചിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അതെ, ഇതാണ് ശരിയായ സമയമെന്ന്. മനസ്സ് ശരീരത്തോട് പറഞ്ഞു, ശരീരവും അത് അംഗീകരിച്ചു. ഇതാണ് പോകാനുള്ള സമയമെന്ന്. ശാസ്ത്രി ഇപ്പോൾ ICCക്ക് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയ വാക്കുകളാണ് ഇത്. കളിയുടെ എല്ലാ മേഖലകളിലും കോഹ്ലിക്ക് മികച്ച സംഭാവന നൽകാനായിട്ടുണ്ടെന്ന് പറയാം. വന്ന സമയങ്ങളിൽ ബാറ്റിംഗിൽ മാത്രമായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ആ കോഹ്ലി ഇന്നിപ്പോൾ ബാറ്റിംഗിലും ബോളിംഗിലും ഫീൽഡിംഗിലും എല്ലാം തന്നെ ഇപ്പോൾ 120% അദ്ദേഹം സമർപ്പിച്ചു എന്ന് പറയാൻ സാധിക്കും. ടെസ്റ്റ് ക്രിക്കറ്റിൽ 2-3 വർഷം കൂടി കളിക്കാമായിരുന്നുവെന്നും സ്ക്വാഡിലെ മറ്റുള്ളവരെക്കാൾ ഫിറ്റ്നസ് ഉള്ള താരമാണെന്നും പറഞ്ഞു. പക്ഷേ മാനസികമായി വേറൊരു തരത്തിലായിരുന്നു വിരാട്. നിങ്ങളുടെ ശരീരം എത്രത്തോളം ഫിറ്റ്നസ് ഉള്ളതാണെന്ന് അവിടെ പ്രശ്നമല്ല, മനസ്സ് മതി എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കണമെന്നും ശാസ്ത്രി കൂട്ടിച്ചേർത്തു. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ശേഷം വിരാട് കോഹ്ലി ഇന്ന് ആദ്യമായി കളത്തിലിറങ്ങുന്ന ഒരു കാഴ്ചയുണ്ടാവും. അതുകൊണ്ട് തന്നെ കാണികൾ എല്ലാവരും കോഹ്ലിക്ക് വേണ്ട തന്നെയായിരിക്കും അവിടെ എത്തുക. 8 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം IPL പുനരാരംഭിക്കുമ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു താരമായ കോഹ്ലിയാകും ശ്രദ്ധാകേന്ദ്രം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ മത്സരം ജയിച്ചാൽ ബാംഗ്ലൂരു പ്ലേ ഓഫിലേക്ക് എത്തുമെന്ന ആദ്യ ടീമാകും. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ആരാധകർ കോഹ്ലിക്ക് പിന്തുണയുമായി എത്തും. പ്രിയ താരത്തോടൊപ്പം ആദരസൂചകമായി ടെസ്റ്റ് കളിക്കുമ്പോഴുള്ള വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞാകും ആരാധകർ എത്തുക എന്ന് പറയുന്നു. ബാംഗ്ലൂരുവിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ പ്രവചനമുണ്ട്. ബാംഗ്ലൂരിന് 11 കളിയിൽ 8 ജയത്തോടെ 16 പോയിന്റാണുള്ളത്. റൺ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിന് പിന്നിൽ 2ാം സ്ഥാനമാണ്. മോശം ഫോമിലുള്ള കൊൽക്കത്തയെ തോൽപ്പിച്ചാൽ 18 പോയിന്റുമായി ബാംഗ്ലൂരുവിന് മുന്നേറാം. ലക്നൌ, ഹൈദരാബാദ് ടീമുകളെയും നേരിടാനുണ്ട്. ഓപ്പണറായി ഇറങ്ങുന്ന കോഹ്ലിയുടെ ഫോമിലാണ് പ്രതീക്ഷ. 7 അർദ്ധ സെഞ്ചുറി അടക്കം 508 റണ്ണാണ് 36-കാരൻ ഇപ്പോൾ നേടിയത്. ബാംഗ്ലൂരുവിന്റെ വിദേശ താരങ്ങളെല്ലാം തിരിച്ചെത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷ് താരങ്ങളായ ഫിൽ സോൾട്ടും ലിയം ലിവിങ്സ്റ്റോണും ജേക്കബ് ബെത്തനും എന്നിവർ ടീമിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടറായ റൊമാരിയോ ഷെപ്പേർഡ് തുടർന്നും കളിക്കും. പരിക്കുള്ള ഓസീസ് പേസ് ബൗളർ ജോഷ് ഹേസൽവുഡ് പ്ലേ ഓഫിന് തിരിച്ചെത്തുമെന്നും പറയുന്നുണ്ട്. ഇതാണ് ഏറ്റവും പുതിയ വിവരമായി ഈ ടീമിൽ നിന്ന് പുറത്തു വരുന്നത്. 34-കാരൻ 10 കളിയിൽ 18 വിക്കറ്റ് വീഴ്ത്തി. ഉദ്ഘാടന മത്സരത്തിൽ കൊൽക്കത്തയെ 7 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ബാംഗ്ലൂർ തുടങ്ങിയത്. അവിടെ തന്നെ എത്തി നിൽക്കുകയാണ്. അവസാന 4 കളിയും തോറ്റിട്ടില്ല. പരിക്ക് മാറ്റിയ ക്യാപ്റ്റൻ രജിത് പാട്ടിദാർ പൂർണ്ണ സജ്ജനായി തന്നെ ടീമിലുണ്ട്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുങ്ങുന്ന കപ്പലാണ്. അതുപോലെ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ 2 വിക്കറ്റ് തോൽവി ചാമ്പ്യന്മാരായ കൊൽക്കത്തയുടെ സാധ്യതകളെ തകിടം മറിച്ചുവെന്നും പറയാം. 12 കളിയിൽ 11 പോയിന്റാണ് അവരുടെ പക്കലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കളി നിർണായകമാണ്. കൊൽക്കത്ത ജയിക്കുമോ RCB ജയിക്കുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് പറയാം.